കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കുതിച്ചുപാഞ്ഞ കേറ്ററിംഗ് മേഖല ഇപ്പോൾ കിതക്കുകയാണെന്ന് AKCA. സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റവും അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും കാരണമാണ് മേഖല പ്രതിസന്ധിയിലായതെന്ന് ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് P. ജോയ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ ഒരുപാട് പേർക്ക് തൊഴിലും ഉപതൊഴിലും നൽകി അവരെ ആശ്രയിച്ച് ജീവിച്ചു വരുന്ന ഈ മേഖലയിൽ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. 100 രൂപയുണ്ടായിരുന്ന ബിരിയാണി അരിക്ക് ഇപ്പോൾ 140 രൂപയിലെത്തിയിരിക്കുന്നു. അതുപോലെ ഓയിൽ, വെളിച്ചെണ്ണ, പാചകവാതക വില തുടങ്ങി എല്ലാത്തിനും വില കൂട്ടി. എന്നാൽ ഇതിനെല്ലാം ആനുപാതികമായി ഭക്ഷണത്തിന് കസ്റ്റമറിൽ നിന്ന് വില കൂട്ടി വാങ്ങാൻ കഴിയുന്നില്ലെന്നും ജോയി പറഞ്ഞു. 1-2 മാസം മുമ്പാണ് കസ്റ്റമറുമായിട്ട് നമ്മൾ ഡീൽ ചെയ്യുക. പക്ഷെ അതിനുശേഷമുള്ള വിലക്കയറ്റം നമ്മൾ ആ കസ്റ്റമറുമായി സംസാരിച്ചിട്ട് അതിൻ്റെ പൈസ വർദ്ധിപ്പിച്ച് തരുവാൻ കസ്റ്റമർ തയ്യാറാകുന്നില്ല. വളരെ ഭീകരമായ രീതിയിലാണ് കാറ്ററിംഗ് മേഖല ഇപ്പം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അരിയുടെ വിലയാണ് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. പൊതുവെ പ്രതിസന്ധി നേരിടുന്ന മേഖലയെ തകർക്കാനെന്നോണം അനധികൃത കേറ്ററിംഗുകാരുടെ കടന്നുകയറ്റവും വില കുറച്ച് ബിസിനസ് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു. ഇത്തരക്കാർ പാചകങ്ങൾക്ക് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളുടെ ഗുണനിലവാരം ആരും ശ്രദ്ധിക്കുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. സർക്കാരും ഭക്ഷ്യവകുപ്പും ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെടണമെന്നും അവർ ആവശ്യപ്പെട്ടു. അനധികൃത കേറ്ററിംഗുകാർ ഇപ്പോൾ കേരളത്തിലെ സംസ്ഥാനത്തൊട്ടും ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സർക്കാരിൻ്റെ കാറ്ററിംഗ് ലൈസൻസ് എടുക്കുന്നില്ല, ദേഹപരിശോധനയുടെ സർട്ടിഫിക്കറ്റ് ഇല്ല, വെള്ളം പരിശോധനിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇല്ല, അതോടൊപ്പം തന്നെ ഫാസ്റ്റ് ട്രാക്ക് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ല. അങ്ങനെ സർക്കാർ നിഷ്കർഷിക്കുന്ന ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരുപാട് അനധികൃത കാറ്ററിംഗുകാർ ഈ മേഖലക്കകത്ത് കടന്നു വരികയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ സമൂഹത്തിൽ വില കുറച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പം സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ക്വാണ്ടിറ്റിയോ അതിൻ്റെ ക്വാളിറ്റിയോ ഒരു പ്രധാന ഘടകമല്ല. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി വിൻസൻ തോമസ്, P. ഉമ്മർ, നാരായണൻ നമ്പൂതിരി എന്നിവരും പങ്കെടുത്തു. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.